ചിക്കൻ ഫ്രൈ, ഗോപി മഞ്ചൂരിയൻ. നല്ല ആഘോഷത്തിലാണല്ലോ. എന്റെ ആനയെ കുറിച്ച് നല്ല ദൂരം വെച്ചു മാഡം. തെറ്റുമായിരുന്നു. പക്ഷേ അതിനുള്ള ഓട്ടത്തിനിടയില് ഇതുമായി കണക്ട് ചെയ്ത് മറ്റൊരു കേസ് ഓർക്കപ്പുറത്ത് വന്നുപെട്ടു. നിങ്ങളുടെ സഹോദരി ഭർത്താവ് രാജൻ പുത്തൂരാന്റെ കൊലപാതകം. രാജന്റെ സംസ്കാരത്തിന് അലക്ഷൻ ഇവിടെ കണ്ടില്ലല്ലോ. എന്താ വന്നില്ലേ? സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. നിങ്ങളിപ്പോ വന്നത് അയാളെ കുറിച്ച് ചിലത് ചോദിച്ചറിയാനാ. കടുങ്ങാട്ടിൽ വർഗീസ് പറഞ്ഞത് സത്യമാണോന്ന് അറിയണമല്ലോ. അല്ല, ഈ രാജൻ പുത്തൂരാൻ ആളത്ര നല്ല പുള്ളിയായിരുന്നില്ലെന്ന്. നാവ് വളച്ചാൽ കള്ളമേ പറയുന്നു. മരിച്ചവരെ പറ്റി ആരും അങ്ങനെ സാധാരണ നെഗറ്റീവായി പറഞ്ഞു കേൾക്കാറില്ല. ഇതിപ്പോ വർഗീസിന്റെ വെറുപ്പിന്റെ ആഴം നമുക്ക് ഊഹിക്കാൻ കഴിയും. അവർ തമ്മിൽ നല്ല ധാരണയിലായിരുന്നില്ല, അല്ലേ? എന്തോ എനിക്കറിയില്ല. അതെന്താ അവിടെ താമസിക്കുന്നതും ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. എന്റെ സ്വന്തം പ്രശ്നങ്ങൾ തോന്നിയിട്ടുമല്ല. പിന്നെ രാജൻ കുവൈറ്റിൽ തിരിച്ചു വരുന്ന കാലത്ത് ഒരു ആക്സിഡന്റ് പറ്റി ഞാൻ കുറെ കാലം ഹോസ്പിറ്റലായിരുന്നു. ആ കാലത്ത് അവിടെ എന്നതൊക്കെ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോ കടുങ്ങാട്ടി വർഗീസ് പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണോ ഈ രാജനെ കുറിച്ച് അലക്സനും? ഒരിക്കലും എന്റെ അനുഭവത്തിൽ അവൻ നല്ലവനായിരുന്നു, പരസഹായിയായിരുന്നു. പിന്നെ കുറച്ച് ടോക്കറ്റീവായിരുന്നു. അതൊരു കുറ്റമായിട്ടോ എനിക്കിവിടെ തോന്നിയിട്ടില്ല. അലക്സനെ സഹായിച്ചിട്ടുണ്ടോ? ഷുവർ. ഒരിക്കലും ആനയുടെ അമ്മച്ച് മരിച്ച കാലത്ത് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അവിടെ ബൈസ്റ്റാൻഡറായി നിന്ന് ഹെൽപ്പ് ചെയ്തൊക്കെ രാജനായിരുന്നു. ഇതൊക്കെ ആരും പറയാതെ അയാളെ സ്വയം ഏറ്റെടുത്ത് ചെയ്യുക അത്രയ്ക്ക് നിന്ന് വ്യക്തിത്വമായിരുന്നു. അലക്സിന്റെ ചേട്ടന്മാർ ഈ ചാക്കോയെ കുറിച്ചും ദിലീപിനെ കുറിച്ചും എന്താ അഭിപ്രായം? ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യമെങ്കിൽ എനിക്കറിയില്ല. ഞാൻ മറുപടി പറയില്ല. അതല്ല, എന്റെ സഹോദരന്മാർ എന്ന നിലയിലാണെങ്കിൽ എനിക്ക് അവരെ പറ്റി യാതൊരു മതിപ്പുമില്ല. കാരണം അപ്പനോടൊപ്പം ചേർന്ന് നിന്നുണ്ട് അവരെന്നെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും ചാക്കോച്ചൻ. അയാള് കാരണമാണ് ഞാനും വാങ്ങി വെറുവിട്ടിറങ്ങേണ്ടി വന്നത്. അപ്പോ ഈ നടന്ന സംഭവങ്ങൾക്കൊക്കെ പിന്നിൽ ചാക്കോ ആണെന്നാണോ അങ്ങനെ ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ മാഡം. നിങ്ങളുടെ ഡ്യൂട്ടി ഞാൻ തടസ്സപ്പെടുത്താനെന്ന് കരുതരുത്. നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ഇവിടെ വരാം. എന്ത് ചോദ്യം എന്നോട് ചോദിക്കാം. അന്വേഷണവുമായി സഹകരിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നാലോചിച്ച ഉപകരമായിരുന്നു. എന്റെ മാനസികാവസ്ഥ ഭ്രാന്ത് പിടിക്കാതിരിക്കാനുള്ള പ്രാർത്ഥനയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ. സോറി മിസ്റ്റർ അലക്സ്, മനഃപൂർവ്വമാരെ വേദനിപ്പിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. വിരോധമില്ലെങ്കിൽ ആനിയുടെ മുറി ഒന്ന് കണ്ടാൽ കൊള്ളാം. എല്ലാ മുറിയിലും ആനിയാണല്ലോ. മുറിയിൽ മാത്രമല്ല മാഡം, എന്റെ മനസ്സിലും ഉറക്കത്തിൽ പോലും. ആനിയുടെ ലാപ്ടോപ്പ്? അവൾ ലാപ്പ് ഉപയോഗിച്ചിരുന്നില്ല. മിസ്റ്റർ അലക്സിന് ചെറിയ ചെറിയ കള്ളങ്ങൾ പറഞ്ഞ ശീലമുണ്ടല്ലേ? എന്നാ മാഡം? അല്ല, ഭക്ഷണം ഹോട്ടലിൽ നിന്നെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് പാചക പരീക്ഷണം കണ്ടല്ലോ. ഇതൊക്കെ അലക്സ് തന്നെയാണോ ഉണ്ടാക്കുന്നത് അതോ? ഞാനാ മാഡം. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനി വരുമ്പോ അലക്സിന്റെ പാചക പരീക്ഷണം
ഞങ്ങൾക്ക് നേരെ ആകാം കേട്ടോ. കമോ. കഥ മറ്റൊരു വഴിത്തിരിവിലേക്ക്. നിഗൂഢതയുടെ ഈറ്റില്ലങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന